തട്ടിപ്പിന്റെ പല രീതികൾ അനുദിനം കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ ഇതാ പുതിയ ഒരു തട്ടിപ്പ് രീതിയുമായി അന്യസംസ്ഥാനത്തു നിന്നുള്ള കള്ളന്മാർ വീണ്ടും കേരളത്തിലേക്ക് എത്തുകയാണ്. ഹോട്ടലുകളിൽ മുറി ബുക്ക് ചെയ്താണ് പുതിയ തട്ടിപ്പ്. ആലപ്പുഴ അർക്കാഡിയ ഹോട്ടലിലേക്ക് വിളിച്ച ഹിന്ദി സംസാരിക്കുന്ന ആൾ നവംബർ 28 മുതൽ 30 വരെ മുറി ബുക്ക് ചെയ്തു. 2000 രൂപ അഡ്വാൻസ് വേണമെന്ന് ഹോട്ടൽ ജീവനക്കാരൻ ആവശ്യപ്പെട്ടു. QR കോഡ് നമ്മൾ നോർമലി ഫോർവേഡ് ചെയ്തു. QR കോഡ് അത് പുള്ളിക്ക് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് GPay നമ്പർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ GPay നമ്പർ പുള്ളിക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ പുള്ളി എനിക്കൊരു സ്ക്രീൻഷോട്ട് ഇട്ടു. ഓൾറെഡി ക്രെഡിറ്റഡ് 12,000 സംതിങ് എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു സ്ക്രീൻഷോട്ട് ഇട്ടു. ഇവിടെയായിരുന്നു തട്ടിപ്പിന്റെ തുടക്കം. 2000 രൂപ ചോദിച്ചെടുത്ത 12,000 രൂപ അയച്ചതിന്റെ വ്യാജ സ്ക്രീൻഷോട്ടുകളും സന്ദേശങ്ങളും ഹോട്ടൽ നമ്പറിലേക്ക് വാട്സപ്പ് അയച്ചു. അബദ്ധം പറ്റിയെന്നും അധികമായി അയച്ച 10,000 രൂപ തിരികെ അയക്കണമെന്നും ആവശ്യപ്പെട്ട് നിരന്തരം ഫോൺ വിളികൾ. പക്ഷേ അത് നമ്മൾ നോർമലി ഞാൻ എൻ്റെ GPay ചെക്ക് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പൈസ ക്രെഡിറ്റ് ആയിട്ടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായ അതിനനുസരിച്ച് ഞാൻ ഈ പൈസ ഞാൻ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. കള്ളത്തരമല്ലെന്ന് വിശ്വസിപ്പിക്കാൻ പല വഴികൾ തേടി തട്ടിപ്പുകാരൻ. വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഒരു പട്ടാളക്കാരൻ്റെ വേഷത്തിലാണ് പുള്ളി ഇരുന്നിരുന്നത്. അത് നമുക്കത് അപ്പോൾ തന്നെ ആ സംശയം തോന്നിയിരുന്നു. വൻകിട ചെറുകിട ഹോട്ടലുകളിൽ റൂം ബുക്ക് ചെയ്യാനെന്ന വ്യാജേന വിളിച്ച് പണം തട്ടാനുള്ള പുതിയ മാർഗത്തെ കരുതിയിരിക്കണമെന്നാണ് പോലീസ് പറയുന്നത്. ഇതാണ് അന്യസംസ്ഥാന കള്ളന്മാരുടെ പുതിയ തട്ടിപ്പ് രീതി. ഇതിൽ പെട്ടുപോകാതിരിക്കാൻ ചെറുകിട സംരംഭകരടക്കം ശ്രമിക്കേണ്ടതുണ്ട്.